അതാണ് പറഞ്ഞത്. അനക്ക് മാണെങ്കിൽ മതി. ഇന്റെ അളിയം ഈ ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. കയ്യിൽ 5-6 വിസയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് വിസ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞ പൈസ തന്നാ അനക്ക് ഗൾഫിക്ക് പോകാം. അതിനിപ്പോ എന്റെ കയ്യിലാകെ 10-20,000 ഉറുപ്പല്ലേ ഉള്ളൂ. ഇജ്ജത് അഡ്വാൻസ് ആയി തന്നാടാ. ബാക്കി വിസ കിട്ടിയിട്ട് തന്നാ മതി. ഇരിക്കേ 2 ചായ. കിനാക്ക 2 ചായ എടുത്തൂടി. ഇതാ പഴംപൊരിക്കുള്ളതാണ്. ഞാൻ കൊണ്ടേ മുറിച്ചുകൂടി. കൊണ്ടേ കൂടി. ഇതാ ഓൻ്റെ എടാ വെറുതെ അല്ലടാ അവിടെ പഴംപൊരിയില് പഴം കാണാത്ത. ബാക്കി പൈസക്ക് സ്ഥലം പണം വെക്കേണ്ടി വരും. പിന്നെ കുറച്ച് സ്വർണ്ണുണ്ട്, അത് വിൽക്കുകയും ചെയ്യാം. അതാ നല്ലത്. അതൊക്കെ പാടം വെച്ചിക്കാണ്ട് ആ പൈസ പോണം. പിന്നെ ഗൾഫ് പോവാനേ പണിയുള്ളൂ. അവിടെ എത്തിയാ പിന്നെ പണിയില്ല. എന്താ പറഞ്ഞേ? അതല്ല, ഗൾഫിൽ എത്തോളം ബുദ്ധിമുട്ടുള്ളൂ. അവിടെ എത്തിയാ പിന്നെ ബുദ്ധിമുട്ടില്ല എന്ന് പറയണേ. അല്ലാ പടച്ചോൻ കാക്കട്ടെ. എന്നാ നേരം കളയണ്ട, ഞാൻ പൈസ എടുത്താ. പഠിച്ചോനെ മുഴുവല്ലേ? ഹൈദർമാനെ വിശ്വസിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ചതിക്കരുത്. ചതിയും പഞ്ചനിയും മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള അല്ലാന്ന്. അത് എനിക്ക് മാത്രം പറഞ്ഞ പോലെ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ പിന്നെ കാണാ. എന്നാ ഒരു കാര്യം ചെയ്യേ, ചില്ലറ ഉണ്ടെങ്കിലേ ആ ചായ പൈസ കൊടുത്താടാ. അതിപ്പോ ഞാൻ തന്നെ വണ്ടാറണക്കണല്ലേ. ഓൻ്റെ ഹൈദരമാനെ ആദ്യം ഗൾഫിൽ പോയി നന്നാകാൻ നോക്കും. എന്നിട്ട് പോരെ മറ്റുള്ളവരാണ് കയറ്റല്. അതെന്താപ്പത്? ഇജി പണ്ട് ഗൾഫിൽ പോയിക്കാണ്ട് കൊറേ കാലം അവിടെ നിന്നിക്കാണ്ട് അറബിനെ തിങ്ങാനിക്കാക്കിക്കാണ്ട് പോന്നതല്ലേ. അത് മാത്രം പറയത്. ഞാൻ ഇന്ന് വരെ ഒരാളെ മുതലും ചോദിക്കാതെ എടുത്തിട്ടില്ല, എടുക്കൂല. اوكي مع السلامة. السلام عليكم. عبد الرحمن تعال. أنا داير برا، أنت خلي يجلس هنا. ഇയാളിത് എന്തൊക്കെയാ പറഞ്ഞത്? കുറച്ചെടുത്ത് നാട്ടിൽ അയക്കാം. السلام عليكم. അറബിയെ ليش؟ കുറച്ച് പൈസ എടുത്തു. ما في مشكلة ما في مشكلة. അല്ല, അറബിക്ക് മലയാളം അറിയാത്തോണ്ടും ഹലോ. എനിക്ക് അറബി അറിയാത്തോണ്ടും കഴിച്ചായി. അബ്ദുറഹ്മാനെ അറബിക്ക് മലയാളം അറിയാത്തോണ്ട് അനക്ക് അറബിനെ പറ്റിക്കാൻ പറ്റി. അവസാനം അറബിക്ക് മനസ്സിലായി മേശയിന്ന് പൈസ പോണുണ്ട്. ഇതല്ല സത്യം. മോളെ, ഇപ്പാന്റെ കുട്ടിക്ക് സുഖം തന്നെയല്ലേ? ഇപ്പാക്ക് സുഖം തന്നെ മോളെ. മോളെ സുബി, ഉമ്മയും പാരിസൊക്കെ എവിടെ? ഓരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മോളെ, മോളുടെ പഠിപ്പൊക്കെ എവിടെ എത്തി? അടുത്ത മാസം എക്സാം ആണിപ്പാ. പാസ്സാവൂലേ മോളെ? പിന്നല്ലാതെ. അത് അവിടെ ചാളി
കാശ് എത്ര മോനെ എനക്ക്? അത് 450 ഉറുപ്പ്യ നാളെ. എല്ലാം മതിയാക്കി പോന്നിരിക്കുക. ആ എന്നാ അത് വെച്ചോ. ശരി, ഞാൻ പോട്ടെ. എന്താ കയറു എന്റെ മുഖത്തൊരു തെളിച്ചല്ലായ്മ? വല്ല അസുഖവും? ഓ, ഒന്നുമില്ല. അല്ലാ, ആരിത് പാരിസ് മോനോ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരുതാ മോനെ കാറ്? ഞമ്മളെ തന്നെ. ഞമ്മളിതോ? ആ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അതങ്ങോട്ട് വിട്ടു. ആ നടക്കി, എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് ഒഴിവാക്കി പോന്നത്? ഒന്നും ഉണ്ടായിട്ടല്ല, 10-20 വർഷമായില്ലേ, പിന്നെ പ്രായമായി. എന്നാലും പെട്ടെന്ന് ഒഴിഞ്ഞു പോരാന്ന് വെച്ചാല്? ജോലി സ്ഥലത്തെ 1-2 വട്ടം തലയിറങ്ങി വീണു. ഞാനത് അത്ര ഇങ്ങോട്ട് കാര്യാക്കിയില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ നാട്ടിൽ പോയി ചികിത്സിച്ചാ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ ബേജാറാകാനൊന്നുമില്ല. സത്യത്തിൽ ലീവിന് വരാന്നാണ് കരുതിയത്. പിന്നെ കൂട്ടുകാരെല്ലാരും പറഞ്ഞു നാട്ടിൽ പോയിക്കൂടെ, 10-20 കൊല്ലായില്ലേ, അതാ നല്ലതെന്ന്. അനക്ക് സന്തോഷായില്ലേ? സന്തോഷം. ഒരു മോള് വളർന്ന് വലുതായി വരുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്താ? എല്ലാം എനിക്ക് അറിയുണ്ട് ഖൈറു. പിന്നെ നമ്മുടെ ചെലവ്, അത് ഓരോ മാസം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുവാ? അതിനൊന്നും ഇപ്പൊ ഖൈറു ഈ ബേജാറാകണ്ട. സുബീനെ കെട്ടിക്കാനുള്ള പൈസ ഒക്കെ എന്റെ അടുത്തുണ്ട്. പിന്നെ ഫാരിസിന്റെ കാര്യമൊക്കെ ഞാൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ, ഞാൻ ചോദിക്കാൻ മറന്നു, ആ കാറ് വാങ്ങാനുള്ള പൈസ എവിടുന്നാ? അതെ, അത് മുഴുവൻ പൈസയും കൊടുത്തിട്ടില്ല, അടവിനെടുത്തതാ. ബാങ്കില് കുറച്ച് അടച്ചു കൊടുത്താ മതി. എന്നാലും അതൊന്നും വേണ്ടിയിരുന്നില്ല. മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ. നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെ കടന്ന പുഴ ഇപ്പൊ കണ്ടോ, ചളിയും മണ്ണും. എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നിങ്ങളെപ്പോലുള്ള ഗൾഫുകാർ ഇവിടെ കോംപ്ലക്സും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കല്ലേ, അതിനൊക്കെ മണല് വേണ്ടേ മുസ്തഫ? അല്ല, അതും ശരിയാണ്, മണലിന് മണൽ തന്നെ വേണ്ടേ? ആ, അതാണ് പറഞ്ഞത്. ആവൂ, ഈ ഒരു സുഖം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അതല്ല മുസ്തഫ, ഇനി എന്താ എന്റെ ഭാവി പരിപാടി? ഇനി എന്ത് പരിപാടി? ഉള്ള കാലം കുടുംബത്തിന്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുക. ജീവിച്ചാൽ മാത്രം മതിയോ? അനക്കതിനുള്ള വക വേണ്ടേ? മോളെ കല്യാണം അത് ഈ വർഷം തന്നെ അങ്ങോട്ട് നടത്തണം. പിന്നെ മോനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞയക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഏകദേശമൊക്കെ ഒരു വക എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കാനാ? എൻ്റെ വീട്ടിലെ ചിലവ് എത്രയാണെന്ന് അനക്കറിയോ? എൻ്റെ ഭാര്യൻ്റെയും മകൻ്റെയും ചിലവ് എത്രയാണെന്ന് ഈ അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിലും എൻ്റെ ഭാര്യനെയും മക്കളിനെയും കുറിച്ച് അനക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്നും ഇജ്ജ് വിചാരിക്കും പോലെ അല്ല സലാമേ. ആ, അതൊക്കെ അനക്ക് പിന്നീട് മനസ്സിലാവും. അളിയൻ വരുന്നുണ്ട്. അല്ല, ആരത് അദ്രൈമാനോ? അല്ല അളിയ, എന്താ അളിയന് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല അദ്രൈമാനെ. അല്ല, കണ്ണും മോറും കണ്ടാ തന്നെ അറിയാം. ഇരിക്കന്റെ അദ്രൈമാനെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ, ചായ കുടിച്ചേ? ആ, ഞാൻ വന്നപ്പോഴേ ചായ കുടിച്ചു. ഞാൻ അളിയന്റെ ഒപ്പം വന്നിട്ട് ചായയും കടിയും കൂട്ടി കുടിച്ചാന്ന് വിചാരിച്ചു. അളിയന് ഗൾഫിക്ക് പോണില്ലാന്ന് കേട്ടു, ശരിയാ? ആ, അതെ ശരിയാ, പോണില്ല. എന്തേ? പ്രായമായി വരല്ലേ അദ്രൈമാനെ.
ഇങ്ങോട്ട് വാ. അല്ലെങ്കിലും ഗൾഫ് സമ്പാദിക്കാട്ടിന് പൈസ നാട്ടിൽ സമ്പാദിക്കാം, അതിനുള്ള വഴി എൻ്റെ അടുത്തുണ്ടെന്ന് അളിയാൻ അറിയോ? നമ്മൾ അംസാജിന്റെ മോന് സലീം ആകെ 1 ലക്ഷം അവൻ്റെ കണ്ടതിനുള്ളൂ. ആ സംഖ്യ വാങ്ങി ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. 20 ദിവസത്തിനുള്ളിൽ അത് മറിച്ചിട്ടു. 5 ലക്ഷം ഉറുപ്പിയാണ് ലാഭം കിട്ടിയതെന്ന്. അല്ല, അങ്ങനെ വല്ല ലാഭം കിട്ടുന്ന സ്ഥലവും എൻ്റെ അടുത്തുണ്ടോ? അങ്ങനെയാണ് ചോദിക്കണ്ട അളിയാ. ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. എൻ്റെ അടുത്തുള്ള കാശൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല. സുബീനെ കെട്ടിക്കാനുള്ള കുറച്ച് കാശ് എൻ്റെ അടുക്കുണ്ട്. അത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അത് മതി അളിയാ. ഇന്ത്യക്ക് ഒരു നമ്പർ ഉണ്ട് നമ്മളെ പോയിന്റ് അടുത്ത്, അതും കുറ്റിക്ക് തന്നെ. ഇപ്പോൾക്ക് 3 ലക്ഷം കൊടുത്താൽ മതി. ബാക്കി പൈസ 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോ തന്നെ നമുക്ക് മറിച്ച് വെക്കാൻ അതിനുള്ള ആൾ ഇന്ത്യ അടുത്തുണ്ട്. ആയിക്കോട്ടെ, എന്നാലും സുബീനെ കെട്ടിക്കണ സമയത്ത് എനിക്ക് എന്റെ പൈസ അങ്ങോട്ട് കിട്ടിയാ മതി. എന്നാ പിന്നെ നമുക്ക് കച്ചവടം ഉറപ്പിച്ചാലോ? ഇന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ആട്ടെ.